കുഞ്ഞിനുണ്ടായ പ്രശ്നം ഈ പ്രൊഫഷണൽ അമ്മയോട് പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് ഈ സ്കൂളിൽ കയറാൻ പോലും അനുവാദമില്ലായിരുന്നു. കഴിഞ്ഞ ഒരു മാസമായി സ്കൂളിൽ ഞാൻ വന്നത് ഇന്നലെയാണ് എൻ്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ ചേർന്നിട്ട്. കാരണം ഇപ്പോഴത്തെ വൈസ് പ്രിൻസിപ്പൾ ജെസി സിസ്റ്റർ എൻ്റെ കുഞ്ഞിവിടെ പഠിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നിന്റെ അമ്മയോട് ഞങ്ങളെ മാറ്റി നിർത്തിയേക്കാണ് ഇവിടെ വരരുതെന്ന് പറഞ്ഞു. എന്തിന്റെ പേരില്ല? ഇവരുടെ തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിലോ? കഴിഞ്ഞ 18 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ഈ സ്കൂളുമായിട്ട്. കാരണം എൻ്റെ 6 മക്കൾ പഠിച്ച സ്കൂളാണ്. ഞാൻ ഇന്നലെ ഒരു 24 hours ഞാൻ എനിക്കുണ്ടായൊരു തിക്തമായ അനുഭവം ഞാൻ ഷെയർ ചെയ്തിരുന്നു. അതിന്റെ പുറത്ത് എനിക്ക് കുറച്ച് കമന്റ്സ് വന്നിരുന്നു. പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കുട്ടികളെ ഈ സ്കൂളിൽ പഠിപ്പിച്ചത്? എൻ്റെ മക്കളെ ഞാൻ ഈ സ്കൂളിൽ തന്നെ പഠിപ്പിക്കും. ഈ സ്കൂളിൽ വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ സ്കൂളിൽ എൻ്റെ കുഞ്ഞുങ്ങളെ വിടുന്നത്. എൻ്റെ സ്കൂളിൽ പൂട്ടിയിട്ട് എൻ്റെ മക്കളെ പുറത്തു കൊണ്ട് വിടാനല്ല ഞാനിവിടെ വന്നത്. എൻ്റെ സ്കൂൾ നന്നായി പോകാൻ വേണ്ടിയിട്ടാണ്. ചില പുഴുക്കുത്തുകൾ ഉണ്ടാകുന്നത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു, അല്ലാതെ കണ്ട അതുപോലെ തന്നെ ഈ സെന്റ് ഡൊമിനിക് സ്കൂളിനെതിരായിട്ടോ ഇവിടെ ഇരിക്കുന്ന ഒരു സിസ്റ്ററിനെതിരായിട്ടോ അച്ഛന്മാർക്കെതിരായിട്ടോ അല്ല ഞാൻ സംസാരിച്ചത്. ഇന്നലെ എനിക്ക് വന്ന ഒരു ഫോൺ ഇതായിരുന്നു, നിങ്ങൾ അച്ഛന്മാർക്കും സിസ്റ്റർമാർക്കും വരെ സംസാരിച്ചു. ഞാൻ ചവിട്ടി നിൽക്കുന്ന മണ്ണാണ് അച്ഛന്മാരും സിസ്റ്റർമാരും ഉൾപ്പെടുന്ന സഭ. അതിനെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഇവിടെ നിന്നുണ്ടായ ചില തിക്തമായ അനുഭവങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഞാനത് മുന്നേ ഞാൻ പുറത്ത് പറയേണ്ട കാര്യങ്ങൾ ഞാൻ മൂടി വെച്ചത് കൊണ്ടാണ് ഇന്നലെ ഈ കുഞ്ഞിനുൾപ്പെടെയുള്ള ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായത്. എൻ്റെ കുഞ്ഞിനുണ്ടായ അനുഭവം ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സ്റ്റേസി സിസ്റ്ററിനെ വിളിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഈ സ്കൂളിൽ പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നും പ്രിൻസിപ്പാളിന്റെ ഭാഗത്തുനിന്ന് പേരൻസിനും കുട്ടികൾക്കും മാനസികമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അമ്മയെ അതൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ അമ്മയെ എന്ന് വിളിച്ചിട്ടാണ് സംസാരിച്ചത്. അമ്മയെ ഇതൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഇത് പറ്റുന്നില്ലെങ്കിൽ ഞാനൊരു പോലീസിൽ പരാതിപ്പെടുമെന്ന് പറഞ്ഞിട്ടില്ല. ഞാനൊരു രാഷ്ട്രീയക്കാരെ സമീപിക്കുമെന്ന് പറഞ്ഞില്ല. പാലക്കാട് രൂപതയുടെ അധ്യക്ഷൻ പിതാവിനെ ഞാൻ സമീപിക്കുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തോ ആയിക്കോ, എനിക്കത് പ്രശ്നമല്ലാന്ന്. അന്ന് ഒരു ഇച്ചിരി പരിഗണന എൻ്റെ വാക്കിന് കൊടുത്തിരുന്നെങ്കിൽ ഒരു കുഞ്ഞിനെ ജീവനോട് നഷ്ടപ്പെടുത്തില്ലായിരുന്നു. ഇന്ന് നമ്മൾ ആരും ഇവിടെ വരേണ്ടി വരില്ലായിരുന്നു. സെന്റ് ഡൊമിനിക് സ്കൂൾ ഒരിക്കലും താഴെ പോകുന്ന സ്കൂൾ ആയിരുന്നില്ല. ചില പുഴുക്കുത്തുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പേരൻസിനെ ഒന്ന് ബഹുമാനിക്കാനോ അവർ വരുമ്പോൾ വേണ്ട രീതിയിൽ ബിഹേവ് ചെയ്യാനോ ഇവിടുത്തെ പ്രിൻസിപ്പാളിന് സാധിച്ചിട്ടില്ല. ഞാൻ ഈ എൻ്റെ കുഞ്ഞിനുണ്ടായ പ്രശ്നം ഈ പ്രൊഫഷണൽ അമ്മയോട് പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് ഈ സ്കൂളിൽ കയറാൻ പോലും അനുവാദമില്ലായിരുന്നു. കഴിഞ്ഞ ഒരു മാസമായി സ്കൂളിൽ ഞാൻ വന്നത് ഇന്നലെയാണ് എൻ്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ ചേർന്നിട്ട്. കാരണം ഇപ്പോഴത്തെ വൈസ് പ്രിൻസിപ്പൾ ജെസി സിസ്റ്റർ എൻ്റെ കുഞ്ഞിവിടെ പഠിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നിന്റെ അമ്മയോട് ഞങ്ങളെ മാറ്റി നിർത്തിയേക്കാണ് ഇവിടെ വരരുതെന്ന് പറഞ്ഞു. എന്തിന്റെ പേരില്ല? ഇവരുടെ തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിലോ? ഈ സ്കൂളിൽ എൻ്റെ 6 മക്കൾ 18 വർഷമായിട്ട് പഠിച്ച സ്കൂളിൽ ഈ സ്കൂളിന്റെ ഒരു പുഴുക്കത്ത് ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോ എന്നോട് ഈ സ്കൂളിൽ പോലും കയറാൻ പാടില്ല, എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തോ വിധിക്കുമൊന്നുമല്ല. ഇതുപോലെ ഒരു അനുഭവം ഇനി ഒരു പേരന്റിന് ഉണ്ടാകരുത്, ഒരു കുഞ്ഞിനുണ്ടാവരുത്. ഒരു കുഞ്ഞു പോലും വിഷമിക്കാൻ ഇടവരുത്തരുത്. ഒരു സ്കൂളിലേക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ വിടുമ്പം വീട്ടിൽ കിട്ടുന്ന സുരക്ഷിതത്വം ആ സ്കൂളിൽ അവർക്ക് കിട്ടണം. വീട്ടിൽ കിട്ടുന്ന സന്തോഷം എല്ലാ കുഞ്ഞുങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങളൊന്നല്ല. പല സാഹചര്യങ്ങളിൽ വരുന്ന കുഞ്ഞാണ്. മനസ്സിലാക്കണം. ടീച്ചേഴ്സിന് സാധിക്കണം കുറച്ചൊക്കെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാൻ. വഴികള് ഇവര് മനസ്സിലാക്കണം. എല്ലാ ടീച്ചേഴ്സിനും കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ക്ലാസ് ടീച്ചേഴ്സ് എങ്കിലും മനസ്സിലാക്കണം, കുഞ്ഞുങ്ങളുടെ കൂടെ നിൽക്കണം. പിന്നെ PTA എന്ന് പറയുന്നത് ഞാനും വർഷങ്ങളായിട്ട് PTAയിലുണ്ട്. അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി വെച്ചിരിക്കുന്ന സ്റ്റാൻഡും PTAയും ഒരുപോലെയാണ്. എടുത്തങ്ങോട്ട് മാറ്റി വെച്ചാൽ മാറ്റി വെക്കും, എടുത്തിങ്ങോട്ട് നീക്കി വെച്ചാൽ നീക്കി വെക്കും. നമുക്കിവിടെ വോയിസ് ഇല്ല. അവര് ആകെപ്പാടെ കഴിഞ്ഞ വർഷം 2 PTA മീറ്റിംഗാണ് നടന്നത്. 2 PTA മീറ്റിംഗ്. ഞങ്ങൾ വന്നത് ഇവിടെ ഒരു ബാരിക്കേഡ് വെച്ചിട്ടുണ്ടോ, അതിന് പുറത്ത് ഇതിന്റെ ഉള്ളില് വിശിഷ്ട വ്യക്തികൾ. ഞങ്ങളാരും ഭിക്ഷയ്ക്ക് വന്നൊന്നുമല്ല. ഇവിടെ ഈ സ്കൂളിന്റെ റെപ്രസെന്റേറ്റീവായിട്ട് വന്നവരാണ്. ഞങ്ങൾക്ക് തരേണ്ട ബഹുമാനവും ആദരവും തിരിച്ചിങ്ങോട്ട് കിട്ടണമെങ്കിൽ തിരിച്ചങ്ങോട്ട് കൊടുക്കണം. അത് കുഞ്ഞുങ്ങളോടാണല്ലോ. ഇത്രയൊക്കെ പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത്രയും പറഞ്ഞ് നിർത്തുന്നു. ആരെയും അപമാനിക്കുന്നില്ല, ആരെയും ബഹുമാനക്കുറവ് കാണിക്കുന്നില്ല. ചില മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റണം. ഈ സ്കൂൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. പാലക്കാട് ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂളുകളിൽ ഒന്നാണ് സെന്റ് ഡൊമിനിക്. അത് അങ്ങനെ തന്നെ എന്നും മുന്നോട്ട് പോകട്ടെ. അതിന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ സപ്പോർട്ടും നമുക്കുണ്ടാവും. എല്ലാവിധ സപ്പോർട്ടും. ഞങ്ങൾ ഒരിക്കലും ഈ സ്കൂളിനെ തള്ളി പറയത്തില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കൂടെ നിൽക്കും.